ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ഗോഡ്. ജയമെന്നും കർത്താവിനു മാത്രമല്ലയോ, തോൽവി എന്തെന്നിതുവരെ അറിയില്ലല്ലോ. ദൈവത്തിൽ ആശ്രയിക്കുന്നെല്ലാവർക്കും ജയം ജയം, കർത്താവിൻ ജയത്തിന് അവകാശം. ജയമെന്നും കർത്താവിനു മാത്രമല്ലയോ, തോൽവി എന്തെന്നിതുവരെ അറിയില്ലല്ലോ. മുന്നേറണം, ഇനിയും ഉണ്ട് അധികം വാഗ്ദത്ത ദേശങ്ങൾ. മുന്നേറണം, ഇനിയും ഉണ്ട് അധികം വാഗ്ദത്ത ദേശങ്ങൾ. നന്മ വിതച്ചു നേടിടണം നാം സമാധാന ഫലങ്ങൾ ഒൻപതിനെയും. നന്മ വിതച്ചു നേടിടണം നാം സമാധാന ഫലങ്ങൾ ഒൻപതിനെയും. ജയമെന്നും കർത്താവിനു മാത്രമല്ലയോ, തോൽവി എന്തെന്നിതുവരെ അറിയില്ലല്ലോ. പകയന്മാരും കെണിയന്മാരും ചുറ്റിവളയും ചതിയിൽ പെടാതിരിപ്പാനാ. പകയന്മാരും കെണിയന്മാരും ചുറ്റിവളയും ചതിയിൽ പെടാതിരിപ്പാനാ. വചനം പഠിച്ചും അനുസരിച്ചും ജയിച്ചു മുന്നേറിടാം നാമും. വചനം പഠിച്ചും അനുസരിച്ചും ജയിച്ചു മുന്നേറിടാം നാമും. ജയമെന്നും കർത്താവിന് മാത്രമല്ലയോ, തോൽവി എന്തെന്നിതുവരെ അറിയില്ലല്ലോ. ദൈവത്തിൽ ആശ്രയിക്കുന്നെല്ലാവർക്കും ജയം ജയം, കർത്താവിൻ ജയത്തിന് അവകാശം. ജയമെന്നും കർത്താവിന് മാത്രമല്ലയോ, തോൽവി എന്തെന്നിതുവരെ അറിയില്ലല്ലോ. ഹായ് പട്ടണത്തിലും യെരിഹോവിലും ദൈവം ഇസ്രായേൽ മക്കൾക്ക് അത്ഭുതകരമായ വിജയം കൊടുത്തു. എന്നാൽ ദേശത്തെ ശേഷിച്ച ജനം എന്തു സംഭവിക്കുമെന്ന് ആകെ ഭയപ്പെട്ടു. എന്നാൽ യെരിഹോ മതിൽ താഴെ വീണതും ഹായിയിലെ വിജയവും അവർ കേട്ടിരുന്നു. ചെങ്കടലിനെ രണ്ടായി ഭാഗിച്ച് ഉണങ്ങിയ നിലത്തുകൂടി ഇസ്രായേൽ മക്കളെ നടത്തിയ വിധവും അവർ കേട്ടിരുന്നു. ഗിൽഗാലിൽ യോശുവ പാർത്തിരുന്ന അതിനടുത്ത് ഗിബയോന്യരുടെ ഒരു പട്ടണം ആയിരുന്നു. എന്നാൽ ഗിബയോന്യ ദേശക്കാർക്ക് മഹാഭയമുണ്ടായി. ഇസ്രായേൽ മക്കളാൽ തങ്ങൾ പിടിക്കപ്പെടാൻ പോകുന്നു, അടുത്ത പട്ടണം അവരുടേതായിരിക്കും എന്ന് അവർ വിശ്വസിച്ചു. യോശുവയുടെയും തന്നോടൊപ്പമുള്ളവരുടെയും അടുത്ത് ഒരു സൂത്രം ഇറക്കാനായിട്ട് ഗിബയോന്യർ തീരുമാനിച്ചു. ഗിബയോന്യരായ ഈ മനുഷ്യർ യോശുവയുടെ മുമ്പിൽ വളരെ ദൂരദേശത്തു നിന്ന് വരികയാണെന്നുള്ള വ്യാജഭാവം അവർ അഭിനയിച്ചു. ഈ കള്ളം യോശുവയും മൂപ്പന്മാരെയൊക്കെ വിശ്വസിപ്പിക്കേണ്ടതിന് വേണ്ടി കീറിയ തുണികൾ കൊടുത്ത് കാലിൽ പൊട്ടിയ ചെരുപ്പ് അണിഞ്ഞ് അവരുടെ ചാക്കിലുണ്ടായിരുന്ന റൊട്ടി വളരെ പഴക്കം ചെന്നതും പൂത്തതൊക്കെ ആയിരുന്നു. അതൊക്കെയായിട്ട് ഈ ഗിബയോന്യർ ഗിൽഗാലിൽ എത്തിയപ്പോൾ അവർ യോശുവയോട് പറഞ്ഞു, ഞങ്ങൾ വളരെ ദൂരദേശത്തു നിന്ന് വന്നവരാണ്. ഇപ്പോൾ നീ ഞങ്ങളുമായിട്ട് ഉടമ്പടി ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാകുന്നു, എവിടെ നിന്ന് വരുന്നു? അപ്പോൾ ഗിബയോന്യർ യോശുവയോട് ഒരു കള്ളം പറഞ്ഞു. എന്താണ് കള്ളം? അവർ പറഞ്ഞതാണ്, ഞങ്ങൾ വളരെ ദൂരത്തു നിന്നാണ് അങ്ങയുടെ ദാസന്മാർ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ മുതിർന്നവർ യാത്രയ്ക്ക് ആവശ്യമായ ഭക്ഷണം കരുതിക്കൊള്ളണം. അതിനുശേഷം അവിടെ ചെന്ന് അവരോട് ഞങ്ങൾ നിന്റെ വേലക്കാർ ആയിക്കൊള്ളാം എന്ന് പറയണം എന്ന് പറഞ്ഞു. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ പുറപ്പെട്ട നാളിൽ ഭക്ഷണത്തിനായിട്ട് ഈ അപ്പം
ചൂടോടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തതാകുന്നു. ഇപ്പോൾ ഇതാ അത് ഉണങ്ങി പൂത്തിരിക്കുന്നു. ഞങ്ങളുടെ ഈ വസ്ത്രവും ചെരുപ്പും അതിദീർഘയാത്രയാൽ പഴക്കമായിരിക്കുന്നു. യോശുവയും കൂട്ടരും ഇത് കേട്ടപ്പോൾ ഗിബെയോന്യരുടെ കയ്യിൽ ഉണ്ടായിരുന്ന റൊട്ടി പരിശോധിച്ച് നോക്കിയപ്പോൾ അത് പഴയതും പൂത്തതുമായിരുന്നു. അവർ പറഞ്ഞത് യോശുവയും കൂട്ടരും വിശ്വസിച്ചു. തന്ത്രപരമായി തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് യോശുവയും കൂട്ടരും മനസ്സിലാക്കിയില്ല. കാരണം അവർ ആ വിഷയം ഓർത്ത് പ്രാർത്ഥിച്ചിരുന്നില്ല. ദൈവത്തിൽ നിന്നുള്ള ആലോചന അവർ ചോദിച്ചിരുന്നതുമില്ല. എന്തു ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു എങ്കിൽ ഗിബെയോന്യർ അവരെ കബളിപ്പിക്കുകയില്ലായിരുന്നു. ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമായിരുന്നു. എന്നാൽ പ്രാർത്ഥിക്കാതിരുന്നത് കൊണ്ട് അവർ വഞ്ചിക്കപ്പെട്ടു. യോശുവ അവരോട് സഖ്യതയും അവരെ രക്ഷിക്കുമെന്ന് ഉടമ്പടി ചെയ്യുകയും ചെയ്തു. എന്നാൽ 3 ദിവസത്തിന് ശേഷം അവർ സമീപസ്ഥരാണെന്നും തങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരാണെന്നും ഒക്കെ യോശുവയും കൂട്ടരും അറിഞ്ഞു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കൊണ്ട് അവർക്ക് സത്യം ചെയ്തിരിക്കാൽ ഇസ്രായേൽ മക്കൾ അവരെ സംഹരിച്ചില്ല, കൊന്നില്ല. എന്നാൽ പ്രഭുക്കന്മാർ യോശുവയോട് ഗിബെയോന്യർ ജീവനോടെ ഇരിക്കട്ടെ, എങ്കിലും അവർ സർവ്വസഭയ്ക്ക് വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരും ആയിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ യോശുവ അവരെ വിളിച്ച് അവരോട്, നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർത്തിരിക്കെ തന്നെ ബഹു ദൂരസ്ഥന്മാർ എന്ന് പറഞ്ഞ ഞങ്ങളെ വഞ്ചിച്ചതെന്ത്? ഗിബെയോന്യർ യോശുവയോട്, നിന്റെ ദൈവമായ യഹോവ തൻ്റെ ദാസനായ മോശയോട് നിങ്ങൾക്ക് ഈ ദേശമെല്ലാം തരുമെന്ന്, നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ദേശനിവാസികളെ നീക്കിക്കളയും, അവരെ നശിപ്പിക്കുമെന്നൊക്കെ കൽപ്പിച്ച പ്രകാരം അടിയങ്ങൾക്ക് അറിവ് കിട്ടിയതിനാൽ നിങ്ങളുടെ നിമിത്തം ഞങ്ങളുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾ ഏറ്റവും ഭയപ്പെട്ടു. ഈ കാര്യം അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ ഞങ്ങൾ നിന്റെ കയ്യിലിരിക്കുന്നു. നിനക്ക് ഹിതവും യുക്തവുമായി തോന്നുന്നതല്ല ഞങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കളും ഗിബെയോന്യരെ കൊല്ലാതെ വണ്ണം അവരെ രക്ഷിച്ചു. അങ്ങനെ യോശുവ അവരെ ഇസ്രായേൽ മക്കളുടെ ദാസന്മാരാക്കി. അങ്ങനെ ഗിബെയോന്യർ തങ്ങളുടെ ജീവിതകാലം മുഴുവനും ഇസ്രായേൽ മക്കളുടെ ദാസന്മാരായി തീർന്നു. നമ്മളെ പിശാച് ഏത് സമയത്തും എല്ലായ്പ്പോഴും വഞ്ചിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നമ്മൾ പ്രാർത്ഥനയിൽ മടുത്തുപോകാതെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും മുട്ടുകുത്താം. അപ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെടുകത്തില്ല, അവൻ്റെ വലയിൽ കുടുങ്ങുകയില്ല. നമുക്ക് ഇന്നത്തെ വാക്യം അതാണ് നമ്മൾ ഓർപ്പിക്കുന്നത്. സംഗീതത്തിന് 55:17 ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. സംഗീതത്തിന് 55:17 ജയമെന്നും കർത്താവിന് മാത്രമല്ലയോ, തോൽവി എന്തെന്നിതുവരെ അറിയില്ലല്ലോ. ദൈവത്തിൽ ആശ്രയിക്കും എല്ലാവർക്കും ജയം ജയം, കർത്താവിൻ ജയത്തിലവകാശം. God bless you.